അഭിലാഷും പ്രവീണും അനിമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിലാഷ് പെട്ടെന്ന് പ്ലാച്ചിയെ നോക്കിയിട്ട് പറയും, നീ ഇങ്ങനെ പ്ലാച്ചിയെ വെക്കരുത് കേട്ടോ വീട്ടിൽ ചെന്നാൽ. അപ്പം അനിമോൾ പറയും, ഇല്ല ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്, ഒരു ഷെൽഫുണ്ട് അവിടെ വെക്കുമെന്ന് പറഞ്ഞ്. എനിക്ക് ഈ പ്ലാച്ചി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് അനിമോൾ പറയുന്നത്. അപ്പോൾ അഭിലാഷ് പറയും, നിനക്ക് മാത്രമല്ല ആർക്കും പറ്റത്തില്ല, ഇപ്പോൾ ഈ പ്ലാച്ചി ഭയങ്കര വൈറലാണ് എന്ന് പറയുന്നത്. അപ്പം പ്രവീൺ പറയുന്നത്, പ്ലാച്ചി ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്, നിനക്കത് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിമോള് ഭയങ്കരമായിട്ടും ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മസ്താനി വരുന്നത്. അപ്പം മസ്താനിയോട് അനിമോള് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ അതെടുത്ത് ഇടാം, ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട് നിങ്ങൾക്ക്? അപ്പം അഭിലാഷ് പറയും, നാളെ നമുക്ക് ഇവിടെ നിന്ന് പോകണം, ഇനി 4 ദിവസമല്ലേ ഉള്ളൂ, ബിഗ് ബോസ് എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അപ്പം മസ്താനിയും പറയുന്നുണ്ട്, എന്നോടും ബിഗ് ബോസ് പറഞ്ഞത് നാളെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ്. അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട്, മസ്താനി നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷാണ്, പിന്നെ മസ്താനി ഡബിൾ ഓക്കെ അല്ലേ? അപ്പം മസ്താനി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഓക്കെയാണ് എന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പം പ്രവീണും മസ്താനിയെ കളിയാക്കുന്നുണ്ട്. കാരണം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും കൂടി ഇപ്പം അനിമോളെയും മസ്താനിയാണല്ലോ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.